മദ്യപിച്ച് വാഹനമോടിച്ചത് ചോദ്യം ചെയ്തതിന് എറണാകുളത്ത് പോലീസിന് നേരെ ബൈക്ക് യാത്രികരുടെ കയ്യേറ്റം. ഉത്തർപ്രദേശ് സ്വദേശിനി മഞ്ജുവും സുഹൃത്തുമാണ് വനിതാ പോലീസുകാരെ കയ്യേറ്റം ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥരെ യുവതി കയ്യേറ്റം ചെയ്ത ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. उत्तर प्रदेश लेडी अंजू भदौरिया, ठाकुर अंजू भदौरिया, क्या समझा? और रेसलिंग कर दिया. अभी थोड़ा ड्रग्स एडिक्टेड, थोड़ा दारू पीने वाला लड़की हो गया. नहीं तो तुम जैसा 4 लड़की को ऐसा मॉडल फेंकेगा, समझा? मेरा पास यूनिफॉर्म है, मैं बट पूरा अलग फीलिंग्स में चल गया. लव दैट थिंग्स. मैं रेस्पेक्ट करता तुमको, मेरे को साइकोपन मत दे दो. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ശ്യാംകുമാർ, കേരള ലേഡി നേഹിയെ ഉത്തർപ്രദേശ് ലേഡി എന്നാണ് പറയുന്നത്. ഉത്തർപ്രദേശിൽ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? എന്താണ് സംഭവിച്ചത്? ഒടുക്കം പോലീസിന് വഴങ്ങിയോ? പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഇടക്കൊച്ചിയിലാണ് ഈ പോലീസിന് നേരെ ഈ കയ്യേറ്റം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വനിതാ പോലീസുകാർക്ക് നേരെയാണ് ഉത്തർപ്രദേശ് സ്വദേശിനിയായ മഞ്ജു ഠാക്കൂർ എന്ന് പറഞ്ഞ അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ആ യുവതി പറഞ്ഞ യുവതിയെ പിടികൂടിയത്. ഈ രണ്ടുപേർ, അരൂർ സ്വദേശിയാണ് ആ കൂടെയുള്ള യുവാവ്. ഇവർ രണ്ടുപേർ ബൈക്കിൽ അമിത വേഗത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നത് കണ്ട് പോലീസ് കൈകാണിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ നിർത്താതെ പോയതോടെ പോലീസ് പിന്തുടരുകയായിരുന്നു. പള്ളുരുത്തി പോലീസ് ഇവരെ പിടിച്ച ശേഷമാണ് ഈ ബൈക്ക് ഓടിച്ചിരുന്ന യുവതിക്ക് ലൈസൻസ് ഇല്ല എന്ന് തിരിച്ചറിയുന്നത്. ഇതിന് പിന്നാലെ ഈ ബൈക്ക് കസ്റ്റഡിയിൽ എടുക്കുകയാണെന്ന് അറിയിച്ചപ്പോഴാണ് യുവതി പിന്നീട് തന്നിനിറം കാട്ടുകയും പോലീസിന് നേരെ കയ്യേറ്റത്തിന് മുതിരുകയും ചെയ്തത്. വനിതാ പോലീസുകാർ എത്തിയിട്ട് ഒരു തരത്തിലും അടങ്ങാൻ ഈ യുവതി തയ്യാറായിരുന്നില്ല. പോലീസുകാരെയൊക്കെ അസഭ്യം പറയുകയും അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ബൈക്കും ഈ രണ്ടുപേരെയും പള്ളുരുത്തി സ്റ്റേഷനിൽ കൊണ്ടുപോയി നിലവിൽ ഫൈൻ ഈടാക്കി എന്നുള്ളതാണ് അറിയുന്നത്. പോലീസ് ഈ യുവതിയോടും യുവാവിനോടും ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ യുവാവിനെതിരായിട്ട് ചില കേസുകൾ ഉള്ളതായിട്ടും ചില വിവരങ്ങളുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ രണ്ടുപേരുടെ ബൈക്ക്, ഇവർ സഞ്ചരിച്ച ബൈക്ക് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.